ഇത്രയും ഫേമസ് ആയ രാമേശ്വരം കഫേയൊക്കെ നിയമലംഘനത്തിന്റെ പേരിൽ ഇങ്ങനെ പൊളിച്ചു കളയുമെന്ന് വിചാരിച്ചില്ല. ഇതാണ് കോർപ്പറേഷന്റെ പവർ. രാമേശ്വരം കഫേ എന്ന് കേൾക്കുമ്പോൾ അവിടെ പോയി ഭക്ഷണം കഴിച്ചിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ആദ്യം ഓർമ്മ വരുന്നത് അവിടുത്തെ തിരക്കായിരിക്കും. ചിലപ്പോൾ ക്യൂ നിന്നൊക്കെ ആയിരിക്കും നമ്മൾ അവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവുക. ഭക്ഷണത്തിന്റെ ക്വാളിറ്റി തന്നെയാണ് പ്രധാന കാരണം. നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ നിന്നും ഇന്ത്യയിലെ പല ഭാഗങ്ങളിലേക്കും വ്യാപിച്ച ഒരു സക്സസ്ഫുൾ മോഡൽ തന്നെയാണ് രാമേശ്വരം കഫേ. ഈ ഒരു സംഭവം നടന്നിരിക്കുന്നത് പൂനെ വിമൻ നഗറിലാണ്. 2025 ഡിസംബർ മാസമാണ് രാമേശ്വരം കഫേ ഇവിടെ ഓപ്പൺ ചെയ്തത്. ബ്രാൻഡ് വാല്യൂ ഉള്ളത് കൊണ്ട് തന്നെ തുടങ്ങിയ ദിവസം മുതൽ വലിയ രീതിയിലുള്ള തിരക്കാണ് ഇവിടെ അനുഭവപ്പെട്ടത്. പ്രത്യേകിച്ച് മുൻഭാഗത്ത് തിരക്ക് കൂടിയതോടെ ആളുകൾ ഫുട്പാത്തിലേക്കും നിൽക്കാൻ തുടങ്ങി. അത് ട്രാഫിക്കിനെയും ബാധിച്ചു എന്നുള്ളതാണ്. തുടർന്ന് ലോക്കൽ റെസിഡൻസിന്റെ പരാതിയിലാണ് ഇൻസ്പെക്ഷൻ നടത്തിയത്. പക്ഷേ ഇവിടെ ഷോപ്പ് പൂർണ്ണമായും ഇടിച്ചു നിരത്തി എന്ന് തെറ്റിദ്ധരിക്കരുത്. മുൻഭാഗത്തെ ഇല്ലീഗൽ എൻക്രോച്ച്മെന്റ്, അതായത് പൊതുസ്ഥലം കയ്യേറി നിർമ്മാണം നടത്തിയ ഭാഗങ്ങളാണ് ഇപ്പോൾ പൂനെ മുനിസിപ്പൽ കോർപ്പറേഷൻ ഇടിച്ചു നിരത്തി കളഞ്ഞത്. റിപ്പോർട്ടുകൾ അനുസരിച്ച് ഏകദേശം 6500 സ്ക്വയർ ഫീറ്റ് ഏരിയയാണ് ഇങ്ങനെ നീക്കം ചെയ്തത്. MRTP ആക്ട് 1966 യൂണിഫൈഡ് ഡെവലപ്മെന്റ് കൺട്രോൾ ആൻഡ് പ്രൊമോഷൻ റെഗുലേഷൻ മുഖേനയാണ് ഇപ്പോൾ PMC ഇങ്ങനൊരു നീക്കം നടത്തിയത്. ഇനി ബിസിനസ് ചെയ്യുന്ന ആളുകൾ ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു മോട്ടിവേഷൻ തരാം. ഈ ഒരു ക്രൈസിസ് സംഭവിച്ചതിന്റെ പിറ്റേ ദിവസം തന്നെ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് രാമേശ്വരം കഫേ പ്രവർത്തന സജ്ജമായി എന്നുള്ളതാണ്.